ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ കൊൽക്കട്ട ടൗൺ തന്നെ ഇറങ്ങിക്കട്ടോ. എല്ലാവർക്കും ഇന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് ആയിരുന്നു. രാവിലെ തന്നെ പൂരി മസാല എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ വണ്ടി അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം ടൗണിൽ ചുറ്റാൻ ഇറങ്ങിയാണല്ലോ, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തില്ല. വണ്ടി എടുക്കുകയാണെങ്കിൽ അവിടെ നിർത്താനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടാക്സി വിളിച്ചു. അല്ല, കൊൽക്കത്ത ടാക്സി കേട്ടോ, അത് മഞ്ഞക്കളർ. ഞങ്ങൾ അതിലാണ് ചുറ്റുന്നത്, കൊൽക്കട്ട ടൗൺ മൊത്തം കറങ്ങുന്നത്. അപ്പോൾ പ്രിയർക്ക് ഞങ്ങളൊരു അംബാസഡർ ടാക്സിയിൽ भैया आपका नाम क्या है? मेरा नाम अर्जुन भगत। अर्जुन भगत के साहब के साथ हम लोग विक्टोरिया जा रहे हैं। ये है कोलकाता। क्या गाड़ी है आपका? गाड़ी का 1200। അപ്പോൾ ഗൈസ്, ഞങ്ങൾ വിക്ടോറിയയിലേക്കുള്ള യാത്രയിലാണ്. ഒരു അംബാസഡർ കാറിൽ വിക്ടോറിയ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മുടെ കൂടെ ഡഗൂഷുണ്ട്. അയ്യോ, ഡഗൂഷിൻ്റെ ആണ് കൈ വന്നത്. കൈ കട്ട് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊന്നും വിഷയമാക്കണ്ട. നമ്മൾ വിക്ടോറിയ എത്താറായിരിക്കുന്നത്. കൊൽക്കത്തയിൽ ഇത് എവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. വിക്ടോറിയ മെമ്മറി മനോഹരം. എൻ്റെ ടിക്കറ്റ് എടുക്കാൻ കയറിയേക്കുന്നു. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലാട്ടോ നമ്മൾ. വിക്ടോറിയ രാജ്ഞിയുടെ സൗധമാണ് കേട്ടോ കാണുന്നത്. കുട്ടികളെയൊക്കെ ടൂറിനുണ്ടെന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. ഈ പൂവൊക്കെ കണ്ട് എന്ത് ഭംഗിയാ. പക്ഷെ എൻ്റെ വിത്തൊന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല വേലി കെട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും വിത്ത് എടുക്കാൻ നോക്കും, പക്ഷെ ഇത് കിട്ടൂല കേട്ടോ. മഞ്ഞേൻ്റെയൊക്കെ ഒരു വിത്ത് കിട്ടിയത് നല്ല ദൂരം തന്നെ നല്ലൊരു താജ്മഹലിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. അടുത്ത് പോകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും. കണ്ടോ, ദൂരെ നിന്നാണ് നല്ല രസമല്ലേ. വിക്ടോറിയ രാജ്ഞിൻ്റെ പ്രതിമയാണ് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ മാർബിളിൽ കൊത്തിവെച്ചത്. അതാണ് കാണുന്നത്. എൻട്രൻസ് ആട്ടോ. ഒരുപാട് ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ടല്ലേ ഈ മാർബിളിൽ. രാജാക്കന്മാര് രാജ്ഞിമാര് അവിടെ പോയി ഇങ്ങനെ നോക്കും, ചിലപ്പോൾ എടുത്ത് കളിക്കും, എന്നിട്ട് ഇങ്ങോട്ട് പോരും, ചിലപ്പോൾ കരയും. പിന്നെ അവിടെ നമ്മളിന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് വാങ്ങി കേട്ടോ. അതൊരു രസമില്ലായിരുന്നു. വാങ്ങിയത് നമ്മൾ കഴിച്ചില്ല, ടേസ്റ്റ് ചെയ്തിട്ട് കളഞ്ഞണ്ട ഉണ്ടായില്ല. പിന്നെ ഇതിപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി കാഴ്ചകളാട്ടോ, റോഡിലെ കാഴ്ചകളായിട്ടാണ് ഒരുപാട്. അത് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യൻ മ്യൂസിയത്തിലാണ്. അത് ലോകത്ത് പറഞ്ഞെന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മ്യൂസിയം കേട്ടോ അത്. അത് ശരിക്കും കാണേണ്ട തന്നെയാണ്, വലിയ മ്യൂസിയം. നമ്മൾ കയറണ്ടെന്നൊക്കെ വിചാരിച്ചാ, പക്ഷെ അത് കയറി കണ്ടപ്പോഴാണ് ഞാൻ അത് കയറിയില്ലെങ്കിൽ മോശമായി പോയത്. ഒരുപാട് പിന്നെ ഫോസിൽസുകൾ ഒറിജിനല്. ശരിക്കുള്ള മൃഗോട്ടെ ഇതൊക്കെ കേട്ടോ. മനുഷ്യൻ്റെ ചിമ്പാൻസി അതുപോലെയുള്ള ഒരുപാട്
ഒരുപാടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഒറിജിനലാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത് അത്രയും ഒറിജിനാലിറ്റിയാണ്. അത് ശരിക്കും ഒറിജിനൽ തന്നെയായിരുന്നു. ഒറിജിനാലിറ്റി അല്ല, ഒറിജിനൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇത് കണ്ടില്ലെങ്കിൽ മോശമായിപ്പോയി. കണ്ട മൊത്തം അങ്ങനെയല്ല അതിനെ പറയാ. ഇങ്ങനെ ചുരുണ്ട് വരെ കണ്ടിട്ടില്ലേ, ആക്രമിക്കാൻ വരുമ്പേ അതിനെ തിന്നാൻ വരുമ്പോ മീനാൻ വെച്ചി. ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ശരിക്കും ഒറിജിനൽ കാണുന്ന അതേ ഫീലായിരുന്നു കേട്ടോ. എല്ലാത്തിനും സ്റ്റഫ് എടുത്തു വെച്ചേക്കണാണ്. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. പുറത്തിറങ്ങി നമ്മൾ കളിക്കുന്ന സാധനം പ്ലാസ്റ്റിക്. ഞങ്ങളിത് ഒരു ബംഗാളി താലി കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ തപ്പിട്ട് നടന്നതാട്ടോ. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഇത്തരത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. സ്ട്രീറ്റ് കണ്ടു, നല്ല റഷായിരുന്നു കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ആൾക്കാരെ മേത്തൊക്കെ പോയി ഇടിച്ചു. നമ്മൾ കയറായിട്ട് തന്നെ പോയത്. അപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറി ഇറങ്ങി കുറച്ചൊക്കെ വാങ്ങി. എല്ലാ സാധനവും ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ പേശി വാങ്ങണം. പക്ഷെ ഇതിനൊന്നും നമുക്ക് സമയം ഉണ്ടായില്ല. കുറച്ചൊക്കെ വാങ്ങി. എവിടെ നോക്കിയാലും ഡ്രസ്സും കുട്ടികളുടെ കരകൗശല വസ്തുക്കളും ഒരുപാടുണ്ടായിരുന്നു. ഹൗറ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. അത് അടുത്തുനിന്ന് കാണാം. അത് നമ്മൾ വരുമ്പോൾ കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബോട്ടിൽ പോയി, ജങ്കാറിൽ. നമ്മൾ പിന്നെ കൊച്ചിയൊക്കെ പോലെ. അതിന് ടിക്കറ്റ് നീക്കണേ നവപുറം. നമ്മളകത്ത് കിടന്ന് പുള്ളിൽ കൂടി പോവുക, ബോട്ടിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഹൗറ ബ്രിഡ്ജ് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണുള്ള ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ്, അപ്പോൾ നല്ല സീൻ ഉണ്ടായിരുന്നു. കണ്ടോ, ലൈറ്റൊക്കെ ഉള്ളതുണ്ടല്ലോ, ഭംഗിയാണ്. ഹൗറ ബ്രിഡ്ജിൽ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. ബോട്ടിൽ കയറി ഞങ്ങൾ ഇരുന്നു. നല്ല റഷായിരുന്നു.
ഇവിടെ കച്ചവടക്കാരുണ്ട്, നമ്മളെ പോലെയുള്ള വന്നവര്, ഇത് കാണാൻ പോകുന്നവര് ഒക്കെ ഉണ്ട്. അവിടുത്തെ ആൾക്കാർ, ലോക്കൽ പീപ്പിൾസ്. അത് കാണാൻ വേണ്ടി മാത്രമാട്ടെ നമ്മൾ ഈ ജങ്കാറി കയറിയത്. ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാവും ഫ്രണ്ട്സ്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്നതാണ് കേട്ടോ. ഹൗറ ബ്രിഡ്ജ് കണ്ടുകൊണ്ട് ഇങ്ങനെ ജങ്കാറിൽ നമ്മൾ ഹൗറയിൽ നിന്ന് മില്ലേനിയം പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരുപാട് ജങ്കാറുകളൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിക്കായലൊക്കെ പോലെ ഉണ്ട് കാണാൻ കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് ഹുബ്ലി നദി. ഇത് ഗംഗാതീരത്തിൻ്റെ കൈവഴിയായിട്ടുള്ള ആ കാണുന്ന ഭാഗത്ത് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മുടെ ഹൗറ ബ്രിഡ്ജ്. വീണ വെള്ളത്തിൽ വീണ മറ്റെന്താ സാധനം? ആ മോതാല എല്ലാം അറിയാം. ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഇന്ന് രാത്രി ഞങ്ങളുടെ ഫുഡ്. സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ചിക്കനും ചപ്പാത്തി നല്ല ടേസ്റ്റ് ആയിരുന്നു. बीफ का